ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആഫ്റ്റർനൂൺ വിശേഷങ്ങളാണ്. ഒരാൾക്കിവിടെ ദിവസം കഴിയുന്തോറും ചോക്ലേറ്റ്സിൻ്റെയും ഐസ്ക്രീമിൻ്റെയൊക്കെ ഇഷ്ടം കൂടിക്കൂടി വരിക കേട്ടോ. നേരെയും കൊണ്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് കയ്യിലുണ്ടാവും. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടൊരു 12 മണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അയറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റവ പാലിൽ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൊടുത്തു. ഈ ഊഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണേ. ഈ വീഡിയോയിലെല്ലാം ഓരോ ഊഞ്ഞാലെല്ലാം കാണുമ്പോൾ അയറയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആള് ഹാപ്പിയായി ഇത് മേടിച്ചതിന് ശേഷം. വാങ്ങിയ ആദ്യ സമയത്ത് ഊഞ്ഞാലാടാനെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആള് ഡ്രസ്സ് വിരിക്കാനാണ് ഉച്ചത്തേക്കുള്ള ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് കറികൾ വേറെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നലത്തെ കറികളെല്ലാം കുറേ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതുകൊണ്ട് തന്നെ അതെല്ലാം ചൂടാക്കി എടുക്കാമെന്ന് കരുതി. മുട്ടപ്പാത്രമെല്ലാം ഇപ്പോൾ ഷെൽഫിൻ്റെ മേലെയാണ് കേട്ടോ വെക്കുന്നത്. താഴെ വെച്ച് കഴിഞ്ഞാൽ ആളെല്ലാം പൊട്ടിച്ചിട്ടുണ്ടാവും ഓരോന്നോരോന്ന് എടുത്തിട്ട്. അങ്ങനെ പയറ് തോരനും പരിപ്പ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ 2 മുട്ടയും കൂടെ എടുത്തിട്ട് ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായേ. മഴയായതുകൊണ്ട് തന്നെ ഇപ്പം മീനൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ചോറ് കഴിക്കുമ്പോൾ ചൂടോടെ മുട്ട പൊരിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിനേക്കാളും മുട്ടയുടെ കൂടെ ചോറ് കഴിക്കാൻ. സമയമുള്ളപ്പോൾ ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിടും കേട്ടോ മുട്ടയിൽ. അല്ലാത്തപ്പോഴൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്നലത്തെ കറികളാണെങ്കിൽ എല്ലാം ചൂടോടെ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനും അയറയും കൂടെ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പം മഴയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പകലുറങ്ങാൻ ഭയങ്കര സുഖമാണ്. ഉറക്കം കഴിഞ്ഞാൽ ചായ മസ്റ്റാണേ. അത് പാൽ ചായ തന്നെ വേണമെന്നില്ല കേട്ടോ. പാൽ ചായയോ കട്ടൻ ചായയോ എന്തേലും ആക്കും. ഇന്ന് പാലുള്ളത് കൊണ്ട് പാൽ ചായയാണ് എനിക്ക്. പിന്നെ മേടിച്ച ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അയറയ്ക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും അവിടെ നിന്നിട്ട് തന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ. എല്ലാ ദിവസവും ഓരോ തരം സ്നാക്സ് ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വ്യത്യാസമായിട്ട് അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമൃതം പൊടിയിൽ കുറുക്കുണ്ടാക്കി കഴിഞ്ഞാൽ അയറ കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. കേക്കെല്ലാം ഉണ്ടാക്കാറുണ്ട്. തേങ്ങ പൊട്ടിച്ചപ്പോൾ മോശമാണോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഈ അമൃതം പൊടിയിൽ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചാണ് മിക്സ് ആക്കുന്നത്. ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വേഗം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഉരുട്ടിയെടുക്കുക ചെയ്യുന്നത്. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി അയറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം ഉരുട്ടി ഓരോന്നായിട്ട് ആക്കി വെച്ചു. ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ അത്ര ടേസ്റ്റായിട്ട് തോന്നത്തില്ലേ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ അരിയുണ്ട ഉണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അമൃതം പൊടി ഉണ്ടാക്കുമ്പോഴും. അങ്ങനെ അത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഓരോ ജോലി കഴിയുമ്പോഴും അപ്പോഴുള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പുകയ്ക്കാമെന്ന് കരുതി. അപ്പോൾ സമയം ഒരു 8, 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കൊതുകുണ്ട് സന്ധ്യ ആകുമ്പോഴത്തേക്കും. അങ്ങനെ പുകച്ചിട്ട് വീടിനകത്തെല്ലാം ഒന്ന് കൊണ്ടുപോയി പുകയാക്കിയിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും ഡിന്നറിന് സമയമായി കേട്ടോ. ഇന്ന് ഉപ്പുമാവാണ് ആക്കുന്നത്. വെർമിസെല്ലി ഉപ്പുമാവാണ് കേട്ടോ. കുറച്ച് പച്ചമുളക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് അത് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചതിന് ശേഷം ഈ വെർമിസെല്ലിയും കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അയറ അടുത്ത് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവള് പുട്ടുപാത്രത്തിൽ വെളുത്തുള്ളി ഇട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ നിന്ന് ആ പാത്രം എടുത്ത് മാറ്റാൻ എന്നെ അനുവദിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. തേങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമേ. ഇത് ഞാൻ സിമ്പിളായിട്ട് ആക്കിയതാണേ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഗ്ഗോ നട്ട്സോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. വെള്ളം പാകത്തിനെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് കുഴഞ്ഞു പോവേ. അങ്ങനെ ഞങ്ങൾ 3 പേരും രാത്രി ചൂടോടെ ഉപ്പുമാവെല്ലാം കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.